നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസം മേഖലയിലും കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് പച്ചക്കൊടിയുമായി CPMന്റെ നവകേരള രേഖയെന്ന് റിപ്പോർട്ടുകൾ. സ്വകാര്യ പങ്കാളിത്തത്തോടെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും വിദ്യാർത്ഥികളുടെ വിദേശ ഒഴുക്ക് തടയാൻ സ്വകാര്യ പങ്കാളിത്തത്തോടെ സ്ഥാപനങ്ങൾ ആരംഭിക്കുമെന്നും ഹോംസ് എന്ന പേരിൽ സംസ്ഥാനത്ത് വൻകിട ഹോട്ടലുകൾ സ്ഥാപിക്കാൻ നിക്ഷേപങ്ങൾ ആകർഷിക്കുമെന്നും ടൂറിസം നിക്ഷേപ സെൽ ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിൽ പറയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വ്യാവസായിക ക്ലസ്റ്റർ രൂപീകരിക്കുമെന്നും IT പാർക്കുകൾ സംയോജിപ്പിക്കുമെന്നും അടുത്ത വർഷത്തോടെ 15,000 സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമെന്നും 1,00,000 തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കുമെന്നും മൾട്ടി മോഡൽ പൊതുഗതാഗത സംവിധാനം കൊണ്ടുവരുമെന്നും നയരേഖയിൽ പറയുന്നുവെന്ന് റിപ്പോർട്ടുകൾ. BJPക്കെതിരായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ CPMന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവന വലിയ തമാശയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. MV ഗോവിന്ദനെ പോലെ പ്രകാശ് കാരാട്ടും തമാശ പറയരുതെന്നും BJPയോട് മൃദു സമീപനം സ്വീകരിച്ചിരിക്കുന്ന കാരാട്ടിനോടും അദ്ദേഹത്തിന് കുടപിടിച്ചു കൊടുക്കുന്ന കേരളത്തിലെ CPM നേതൃത്വത്തോടും ഞങ്ങൾക്ക് യോജിക്കാനാവില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. CPM നയരേഖ അവസരവാദ രേഖയെന്നും മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണ് കാരാട്ടിന്റെ സമീപനമെന്നും സതീശൻ പറഞ്ഞു. മലപ്പുറം താനൂരിൽ നിന്ന് ബുധനാഴ്ച കാണാതായ പെൺകുട്ടികളെ മുംബൈ ലോണോവാലയിൽ നിന്ന് കണ്ടെത്തി. താനൂർ ദേവദാർ സ്കൂളിലെ +2 വിദ്യാർത്ഥിനികളെയാണ് ട്രെയിനിൽ സഞ്ചരിക്കവേ റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് കേരള പോലീസ് നടത്തിയ അന്വേഷണം വിജയം കാണുകയായിരുന്നു. കേരള പോലീസ് നൽകിയ വിവരങ്ങൾ പിന്തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തിയത്. വൈകിട്ട് 4 മണിയോടെ മുംബൈ CST റെയിൽവേ സ്റ്റേഷനിലെത്തിയ പെൺകുട്ടികൾ രാത്രി 9 മണിയോടെ തങ്ങളുടെ മൊബൈൽ ഫോണിൽ പുതിയ സിം കാർഡ് ഇട്ടതാണ് ഇവരെ കണ്ടെത്താൻ പോലീസിന് നിർണായകമായത്. കുട്ടികളുടെ മൊബൈൽ ലൊക്കേഷൻ നിരീക്ഷിക്കുകയായിരുന്ന കേരള പോലീസിന് ഇവർ പുതിയ സിം ഫോണിൽ ഇട്ടപ്പോൾ തന്നെ ടവർ ലൊക്കേഷൻ ലഭിച്ചു. എന്നാൽ 10:45ഓടെ ഇവർ CSTയിൽ നിന്ന് ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ കയറി. 1:45-ന് ട്രെയിൻ ലോണാവാലയിൽ എത്തിയപ്പോഴാണ് റെയിൽവേ പോലീസ് പെൺകുട്ടികളെ പിടികൂടുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട എടവണ്ണ സ്വദേശി അക്ബർ റഹീമിനൊപ്പമാണ് കോഴിക്കോട് നിന്നും ബുധനാഴ്ച ഉച്ചയ്ക്ക് താനൂരിലെ പെൺകുട്ടികൾ മുംബൈയിലേക്ക് പോയതായാണ് പോലീസിന് ലഭിച്ച വിവരം. കാണാതായ പെൺകുട്ടികളിൽ ഒരാൾ ആവശ്യപ്പെട്ടിട്ടാണ് യുവാവ് ഒപ്പം പോയതെന്നാണ് അക്ബർ റഹീമിന്റെ കുടുംബം പറയുന്നത്. വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും